നിങ്ങളുടെ യു എസ് വിസ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണല്ലോ. റിജക്റ്റോ? അതെ. എന്താ റീസൺ? അത് പറഞ്ഞിട്ടില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റുകാരെ യു എസ് അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, അതായിരിക്കാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റോ? What? No, I'm not a Chinese. I'm not a communist. I'm from Tibet. I'm a Tibetan. But your passport is Chinese. Shit. ഷിൻ, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവുമോ? റീഅപ്ലൈ ചെയ്ത് നോക്കാം, പക്ഷെ പാടാണ്. ഷിൻ, you just wait here. ചേട്ടാ, ഞങ്ങളുടെ സ്ഥലവും സിബി മേടിച്ചടാ. ചേട്ടാ ഹാപ്പി ആയില്ലേ? ഇനി സന്തോഷത്തോടെ മുകളിലൂടെ പോയി താമസിക്കാലോ. സന്തോഷം. അമ്മയുടെയും മോക്കടെയും നിർബന്ധമാടാ ഇവിടെ വിൽക്കണമെന്ന്. സത്യത്തിൽ എനിക്ക് പോകണമെന്നില്ലടാ. ഞാൻ കരുതിയത് നീ ഇവിടം വിട്ടൊരിക്കലും പോയില്ലെന്നാണ്. ആഗ്രഹം ഉണ്ടായിട്ടില്ല ചേട്ടാ, ഗതികേട് കൊണ്ടാണ്. വിധി എന്ന് പറഞ്ഞ ഒന്നല്ലേ, എല്ലാം അതുപോലെ നടക്കട്ടെ. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. ഹേയ്, അതൊന്നുമല്ല ചേട്ടാ, ചേട്ടങ്ങളാ. ശരി പോട്ടറാ. Rajesh, I don't need this money anymore. I can't go to America. And you have done a lot for me. Rajesh, I can't believe you sold this house for me. Why did you do that, Rajesh? This was your only home. Now, if you wish to do anything for me, just take this money and bring back your home. I want to see this happen before I leave. Take this money. Yes. Eat. കറി ഞാൻ കൊണ്ടുവരാം. എന്താണ് രാജേഷേ, നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലേ? എന്നിട്ടിപ്പോൾ വന്നിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? വീട് എനിക്ക് തിരിച്ചു വേണം. ചേട്ടൻ ഈ പൈസ വെച്ചിട്ട് എൻ്റെ ആധാരം ഇങ്ങ് തിരിച്ചു തരുവാണെങ്കിൽ ഞാനത് ബാങ്കിൽ വെച്ചിട്ട് ചേട്ടൻ്റെ ബാക്കിയുള്ള കാശ് ഞാൻ തന്നോളാം. അപ്പം ഞാനാരായി? ഊളൻ അല്ലേ? നീ പിടിച്ചേ, പിടിയടാ. ആളിഞ്ഞ സെന്റിമെന്റ്സ് ആയിട്ട് ഇറങ്ങിയേക്കനാണ്. ഇറങ്ങിപ്പോടാ. നിർത്തിക്കാൻ നിന്റെ ഈ മുതലാളി സമാനപരമായിട്ട് തീർക്കാൻ വന്നപ്പോ നീ തലേ കരുന്ന് ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കൂടാ. അതിലേക്ക് നീ പറയട്ടെ. എടാ ഈ കരക്കാരുടെ ഉണക്കച്ചമ്മി കട്ടുവിറ്റ കാശ് കൊണ്ടല്ലോ നീ വല്ല മുതലാളി അടിക്കുന്ന കള്ള. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. നീ വാ എടുത്താ തന്നെ. എടി കൊച്ചെ, അമേരിക്ക പോണെങ്കിൽ പോട്ടെ, നീ എൻ്റെ കൂടെ ഇവിടെ നിന്നോ. നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കിക്കോളാം. എന്താ പോരെ? മോനെ കാക്ക കയറാൻ നോക്കണേ, ഞാൻ ഇപ്പൊ വരാം.
സഹനോട് പറഞ്ഞേ പെട്ടെന്ന് തന്നെ കാര്യങ്ങളും തീരുമാനാക്കണം. എടാ രാജേഷ്, ആ എല്ലാം പോയടാ. എന്താടി എന്താ പറ്റിയേ? എന്റെ നല്ല കാലത്തൊന്നും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്നെ ഞാൻ സഹായിച്ചിട്ടുമില്ല. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ചെയ്തത് തെറ്റാ. നീ കരാതെ കാര്യം പറ രാജി. ഇല്ലടാ, ഞാൻ ചെയ്ത തെറ്റോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പറയുന്നെടാ. ഒന്ന് പിടിച്ച് പിടിക്ക്. നീ വന്നേ, നീ അവിടെ ഇരുന്നേ. വാ ഇവിടെ ഇരിക്കും. വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കായിരുന്നു. എടാ രാജേഷ്, പണ്ട് നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നതാടാ. അമ്മയെ കാണാൻ നീ കരഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ പറ്റാൻ ഇപ്പോഴും രമേശ് ഏട്ടൻ പറയും. പറച്ചില് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്ന് രാജി, നീ പഴയ കഥയൊക്കെ പറയാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. രമേശ് ഏട്ടൻ ജയിലില്ല. ജയിലില്ല? എന്തിന്? അത് എന്തോ പൈസ തട്ടിപ്പിന്റെ കേസാ. ദൈവമേ, അറബീനെ തല്ലിന്നോ? അറബീനൊക്കെ ആരെങ്കിലും തല്ലുവോ? 15 ലക്ഷം രൂപ കൊടുത്താലേ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്നാ പറയണേ. ഞാൻ ആരോടാ ചോദിക്കണേ? എനിക്ക് ആരുമില്ലേ. സത്യമായിട്ട് പൈസ കിട്ടിയില്ലേ കൊച്ചിന് വിഷം കൊടുത്തിട്ട് ഞാനും ചാവും. രാജി, നീ കരയല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. നീ കരച്ചിൽ നിർത്ത്. എന്റെ രമേശ് ഏട്ടൻ ഇപ്പൊ ജയിലില്ല. അയ്യോ രമേശ് ഏട്ടാ. ഇത് പിടി. 8 ലക്ഷം രൂപ ഉണ്ട്. എന്താന്ന് വെച്ചാ ചെയ്. അപ്പൊ ബാക്കി എന്നാ പിന്നെ ബാക്കിയോളം ഉണ്ടാക്കിട്ട് തരാം. അതുവരെ രമേശ് ജയിലിൽ കിടക്കട്ടെ. പിന്നല്ലാതെ ബാക്കി ഞാൻ എന്റെ സ്വർണം വിട്ടിട്ട് കൊടുത്തോളാം. രാജേഷേ, എന്താ അമ്മി? എടാ ചൈനക്കാരി പവിത്ര സഹാവിനെ കല്ലെറിഞ്ഞ പാർട്ടിക്കാരാകെ ഇളകിയിരിക്കണാണ്. നീ എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുത്താന്നോ? എടാ രാജേഷ്, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫോട്ടോ വെയിറ്റ് ചെയ്യണേ. എടാ പാർട്ടിക്കാരാണ്, വേഗാട്ടെ. അവരുടെ കയ്യിലെങ്ങനെ അതിനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ. പങ്കിയമ്മേ, ഷെങ്ങവിടെ? എന്റെ കുഞ്ഞെ, അവൾ ആ പവിത്ര സഖാവിനെ കല്ലെടുത്തെറിഞ്ഞതിന് പാർട്ടിക്കാരെല്ലാം കൂടെ ഓടിച്ചപ്പം അവൾ ആ ജനാർദ്ദന്റെ പറമ്പിന്റെ പറമ്പിൽ കൂടെ ഓടിയിട്ടുണ്ട്. ഒന്നും നോക്കിക്കോണേ. എന്നാലും ഈ പെൺകുട്ടി എങ്ങോട്ട് വരാനാണ്? അതൊക്കെ നോക്കല്ലേ. എവിടെ പോയി കിടക്കുക? ഇവിടെ ഒന്നും ഇല്ല. എവിടെ പോയി നോക്കാനാ? രാജേഷ്, രാജേഷ്, അത് അവളല്ലേ വിളിക്കുന്നേ? ഞങ്ങൾ അങ്ങോട്ട് വരാനാണ്. അങ്ങോട്ട് രാജേഷ്, രാജേഷ്, സോറി സോറി. പേടിക്കണ്ട. ഒരു കുഴപ്പമില്ല. തനിക്ക് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് കുഴപ്പമുണ്ട്. നീ എന്ത് പണിയടി കാണിച്ചേ? എന്റെ ഓർമ്മ പോയി, വീട് പോയി, കാശും പോയി. ബാക്കിയുള്ളത് ഈ തടിയാ, അതുകൂടെ നീ കേടാക്കുമല്ലോ. ആ പവിത്ര സഖാവിനിട്ട് കലർന്ന് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് കലറിനെ ടിബറ്റിൽ പോയി കലറി. ഇങ്ങനെ നീ എന്തൊക്കെയാണ് ഈ പറയണേ? ഈ കൊച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വല്ലതും മനസ്സിലാവും? നീ തെരേസനെ വിളിക്കുക. ആ പെണ്ണ് വന്നു എന്താണ് ശരിയായിരിക്കും. അല്ല ചുമ്മാ ഇറ്റ് ഈസ് എ ഒളിച്ചിരുന്നതിന് കലിപ്പ്.